ഇപ്പം സി പി ഐയുടെ സ്ഥാനാർത്ഥി പട്ടിക തുടങ്ങുമ്പോൾ നേരത്തെ നിങ്ങളെല്ലാവരും പറഞ്ഞ കണക്ക് ലഭ്യമായ മികച്ച സ്ഥാനാർത്ഥികളെ തന്നെയാണ് അവർ രംഗത്തിറക്കിയിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രനാണ്. നിശ്ചയമായും 2005 തിരുവനന്തപുരത്ത് പന്ന്യൻ രവീന്ദ്രൻ പി.കെ. വാസുദേവൻ മരണാനന്തരം മത്സരിച്ച് വിജയിക്കുന്നുണ്ട്. പക്ഷേ അന്ന് അവിടെ ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടി ഉണ്ട്. അത് കരുണാകരൻ എന്നുള്ളതാണ്. അതായത് DIC ഇഫക്റ്റ് ഉണ്ട് അതിനകത്ത്. കരുണാകരൻ അത് നമുക്ക് അന്നത്തെ ആ പത്രങ്ങളിലെ വന്ന പടവും ഉണ്ടല്ലോ. അതായത് ഈ മത്സരിച്ച് വിജയിച്ചതിന് ശേഷം പന്ന്യൻ രവീന്ദ്രൻ പോയി കരുണാകരനെ കണ്ട് ലഡു കൊടുക്കുന്നൊരു കാഴ്ചയുണ്ട്. അത് മാത്രമല്ല, അത് എറണാകുളത്തും സംഭവിച്ചു. ജോർജ് ജോർജിൻ്റെ മരണത്തിന് ശേഷം സെബാസ്റ്റ്യൻ പോൾ മത്സരിച്ചതും ആ തെരഞ്ഞെടുപ്പിലാണ്. അപ്പോൾ ടെലിവിഷൻ നോക്കിയാൽ മതി എന്ന് അന്ന് കരുണാകരൻ പറഞ്ഞു. അത് ടെലിവിഷൻ അന്ന് സെബാസ്റ്റ്യൻ പോളിൻ്റെ ചിഹ്നമായി. ടെലിവിഷൻ കാണാറുണ്ടല്ലോ. അതെ. അപ്പോൾ അതുകൊണ്ട് 2005 ആ തെരഞ്ഞെടുപ്പിലെ പന്ന്യൻ വിജയിച്ചു വന്ന രാഷ്ട്രീയ സാഹചര്യം മറ്റൊന്നായിരുന്നു. അതിനുശേഷം പിന്നെ കോൺഗ്രസ് തുടർച്ചയായിട്ട് അവിടെ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പന്ന്യൻ ഒരു മികച്ച സ്ഥാനാർത്ഥിയാണ് തിരുവനന്തപുരത്ത് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ ഉള്ളത് വയനാടാണ്. വയനാട് ആനി രാജ ഒരിക്കൽ പോലും രാഹുൽ ഗാന്ധിക്കെതിരായി ശക്തമായ പോരാട്ടം കാഴ്ചവെക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ കാണുന്നില്ല. വളരെ പതറ്റിക്കായിരിക്കും ആനി രാജയുടെ അവിടുത്തെ പെർഫോമൻസ്. കാരണം അവിടുത്തെ ഒരു രാഷ്ട്രീയ സാമുദായിക സമവാക്യങ്ങൾ അപ്രകാരം UDF-ന് വളരെയധികം അനുകൂലമായിരിക്കുന്ന മറ്റൊരു മണ്ഡലം ഇല്ലാതിരിക്കുമ്പോൾ ആനി രാജയെ പോലൊരാൾ അവിടെ വന്ന് മത്സരിച്ചാൽ ഉണ്ടാക്കാവുന്ന ഇമ്പാക്റ്റിനെ കുറിച്ച് എനിക്ക് സംശയമുണ്ട്. ഒരു സംസ്ഥാന നേതാവിനേക്കാൾ കൂടുതൽ ഇമ്പാക്റ്റ് ആനി രാജയ്ക്ക്. ആനി രാജ ഈ പറഞ്ഞ കണക്ക് നമ്മുടെയൊക്കെ നല്ല സുഹൃത്താണ്. എങ്കിൽ കൂടിയും അങ്ങനെ ഒരു ഇഫക്റ്റ് ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ആ അർത്ഥത്തിൽ വയനാടിൻ്റെ കാര്യത്തിലും ഈ പറയുന്ന CPIയുടെ ലിസ്റ്റ് നിരാശാജനകമാണ്. ഇനിയുള്ളത് സുനിൽകുമാറാണ്. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ സുനിൽകുമാർ ഒരു നല്ല സ്ഥാനാർത്ഥിയാണ്. സുനിൽകുമാർ ഈ കാര്യത്തിൽ ഒരു വലിയ ഫൈറ്റ് തൃശ്ശൂർ നടത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തൃശ്ശൂരിൽ നല്ല പിന്തുണയുള്ള ഒരു നേതാവ് തന്നെയാണ്. പക്ഷേ അത് TN പ്രതാപനോടൊപ്പം വരുമോ എന്ന കാര്യത്തിൽ എനിക്ക് ആശങ്കയുമുണ്ട്. ഇനി നാലാമത്തെ സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ കാണുന്നത് അരുൺകുമാർ മാവേലിക്കരയിൽ വലിയ ഇഫക്റ്റ് ഉണ്ടാക്കുമെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. അതിൻ്റെ കാരണം ഈ പട്ടികയിൽ അത്ര പോപ്പുലർ അല്ലാത്തതും എന്നാൽ മാവേലിക്കര പോലൊരു കോൺസ്റ്റിറ്റുവൻസിയിൽ വലിയ ഇഫക്റ്റ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള നേതാവാണ് CA അരുൺകുമാർ. അതിനുള്ള കാരണം നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുള്ള പോലെ മാവേലിക്കരയിൽ അതിശക്തമായൊരു വികാരം കൊടിക്കുന്നിൽ സുരേഷിനെതിരായിട്ടുണ്ട്. അതുകൊണ്ട് നിശ്ചയമായും ഈ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ഏക സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് CA അരുൺകുമാറാണ്. ഇതാണ് ഇന്നത്തെ വന്ന CPI ലിസ്റ്റിനെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം. ഇനി ഓരോ ദിവസവും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ വിഷയങ്ങൾ ഏത് നിലയ്ക്ക് നമ്മുടെ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമെന്നുകൂടി ഒന്ന് ചർച്ച ചെയ്ത് പോകണമല്ലോ. ഇന്ന് സുപ്രധാനമായ 2 സംഭവവികാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊരു സമുദായത്തിൽ നിന്നാണ് രൂപപ്പെട്ടു വന്നിരിക്കുന്നത്. ഒന്ന്, താമരശ്ശേരി, മാനന്തവാടി, തലശ്ശേരി രൂപതകൾ വയനാട്ടിൽ വലിയ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. നമ്മൾ അല്പം മുമ്പ് കേട്ടല്ലോ പാമ്പളാനി പിതാവിൻ്റെ പ്രസംഗം. ഊരിപ്പിടിച്ച വാളിന് എതിരായിട്ടല്ല, ഒറ്റക്കൊമ്പനും ഇരട്ടക്കൊമ്പനും ഒക്കെ നേരിട്ടുകൊണ്ടാണ് ഞങ്ങൾ നടന്നതെന്നുള്ളത്. അത് സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രിക്കും എതിരായിട്ടുള്ളൊരു സമരപ്രഖ്യാപനമാണ്, ഒരു ഡെവലപ്മെൻറ്റാണ് ഒരു സമുദായവുമായി ബന്ധപ്പെട്ട്. ഇന്ന് ദീപിക പത്രം ഇറങ്ങിയത് അതിൻ്റെ ഫ്രണ്ട് പേജിൽ 99 പേരുടെ ചിത്രങ്ങൾ വെച്ചുകൊണ്ടാണ്. എൻ്റെ ടൈറ്റിൽ ഇവർ രക്തസാക്ഷികൾ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ അങ്ങനൊരു വലിയ ക്യാമ്പയിൻ ആ സമുദായവുമായി ബന്ധപ്പെട്ട് നടക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെൻറ്റ് കൂടിയുണ്ട്. ഇന്ന് ചർച്ച് ബില്ലിനെതിരായിട്ട് ഓർത്തഡോക്സ് സഭ മുഖ്യമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട്, ഓർത്തഡോക്സ് ബാവ. ഞാനിതിനെ വളരെ ഗൗരവതരമായൊരു പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റായി ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്നു. ക്രിസ്തീയ സമുദായം ഒരു വോട്ട് ബാങ്കാണെന്നേ, 10-20% വോട്ട് ബാങ്കാണ്. ആ വോട്ട് ബാങ്ക് സംസ്ഥാന സർക്കാരിനെതിരെ ഒരു സമരപ്രഖ്യാപനം നടത്തുന്നു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അത് ഈ വരും നാളുകളിൽ എങ്ങനെ സംസ്ഥാന സർക്കാരും CPM ഒക്കെ കൈകാര്യം ചെയ്യുമെന്ന് എനിക്കറിയില്ല. പക്ഷേ അത് 2 മണ്ഡലങ്ങളിൽ നിർണായകമാകും. ഒന്ന് കോട്ടയം, 2 പത്തനംതിട്ട. ഈ 2 മണ്ഡലങ്ങളിലും ഈ പറയുന്ന സമുദായങ്ങൾക്ക് വലിയ സ്വാധീനമുള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ യാക്കോബൈറ്റ്സിനും വലിയ അടുപ്പമില്ല. ഇപ്പോൾ ചർച്ച് ബില്ല് കൊണ്ടുവന്ന് യാക്കോബൈറ്റ്സിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കും എന്നുള്ളതാണ് പറഞ്ഞിരുന്നതെങ്കിൽ പുതുപ്പള്ളിയിൽ അവരത് എതിരായി നിന്നു എന്നുള്ളത് നമ്മൾ കാണണം. കഴിഞ്ഞ പ്രാവശ്യം ഉമ്മൻചാണ്ടിയുടെ ഭൂരിപക്ഷം കുറയുന്നത് ജാക്കോബൈറ്റ്സിൻ്റെ പിന്തുണ ജെയ്ക്സി തോമസിന് കിട്ടിയതുകൊണ്ടാണ്. ഇപ്രാവശ്യം അത് ഉണ്ടായില്ല. അപ്പോൾ ജാക്കോബൈറ്റ്സിനെയും തൃപ്തിപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ഓർത്തഡോക്സിന് വലിയ പ്രതിഷേധവുമുണ്ട്. അതിൻ്റെ കൂടെയാണ് ഈ പറയുന്ന വന്യജീവിയും ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് കുടിയേറ്റ കർഷകരുടെ പ്രശ്നം. ഇടുക്കിയിലും അതൊരു ഭയങ്കര ഘടകമായിട്ട് വരും. ഇടുക്കി അല്ലെങ്കിൽ തന്നെയും കോൺഗ്രസിനൊരു വലിയ മേൽക്കൈയുള്ള മണ്ഡലമാണ്. അപ്പോൾ ഈ പറയുന്ന ഒരു പുതിയ രാഷ്ട്രീയ സാഹചര്യം സംസ്ഥാനത്ത് രൂപപ്പെട്ടു വരുന്നു. അതുകൊണ്ട് നേരത്തെ ഞാൻ ഈ പറഞ്ഞ നമ്മൾ ഈ ചോദ്യമുണ്ടല്ലോ, ഈ പോരാട്ടം കടുക്കുമോ എന്ന് ചോദിക്കുമ്പോൾ പോരാട്ടം കടുക്കും. കാരണം 2019 സാഹചര്യത്തിൽ നിന്ന് അല്പമൊക്കെ വേറിട്ട സാഹചര്യമാണ് 2024 രൂപപ്പെട്ടു വരുന്ന സാഹചര്യങ്ങൾ സ്വാഭാവികമായും എതിരാകാൻ സാധ്യതയുള്ളത് സംസ്ഥാനത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിന് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായി സർക്കാർ വിരുദ്ധ തരംഗം ഇപ്പോൾ തന്നെ ഉണ്ട് എന്നുള്ളതും
ഇത്തരം സമുദായങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതും വളരെ പ്രധാനമായിട്ട് തന്നെ വരും. അതിനകത്ത് പിന്നെയുള്ളൊരു കാര്യം ഈ ലീഗിൻ്റെ പ്രശ്നമാണ്. ഞാൻ വിചാരിക്കുന്നില്ല ഈ കോഴിക്കോട് കോംപ്രമൈസ് ചെയ്യാൻ കഴിയുമെന്ന് വിചാരിക്കുന്നില്ല. കോൺഗ്രസ്സിന് കോഴിക്കോടാണല്ലോ ഒരു സാധ്യതയുള്ളത്. വയനാട് എന്തായാലും രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന സ്ഥിതിക്ക് അവരവിടെ ഒരു ക്ലെയിം വെക്കില്ല. കോഴിക്കോട് MK രാഘവൻ തുടർച്ചയായി വിജയിക്കുകയും രാഘവൻ അവിടെ വലിയൊരു ജനപിന്തുണയുണ്ട്, പോപ്പുലാരിറ്റി ഉണ്ട് എന്നുള്ള ഘടകം കൂടി കണക്കിലെടുക്കുമ്പോൾ പിന്നെ മത്സരിക്കാൻ കൊടുക്കാൻ പറ്റുന്ന ഒരു സീറ്റ് എന്ന് പറയുന്നത് വടകരയാണ്. വടകരയിൽ നേരത്തെ നികേഷ് സൂചിപ്പിച്ചതുപോലെ അവിടെ ഒരു ഹിന്ദു മുസ്ലിം വിഭജനം ശക്തമായി നിൽക്കുന്നുണ്ട്. അവരത് ആഗ്രഹിക്കുന്നുണ്ടാവില്ല. അപ്പോൾ ഇക്കുറി എന്തായാലും ലീഗ് അത്തരത്തിലൊരു കടുംപിടുത്തം പിടിക്കുമെങ്കിൽ കൂടിയും അവർക്ക് അതിനുള്ളൊരു സാധ്യത നിലനിൽക്കുന്നില്ല. പക്ഷേ അത് ഏതെങ്കിലും നിലവാരത്തിൽ ഈ തിരഞ്ഞെടുപ്പിൽ ലീഗിൻ്റെ വോട്ട് ചോർച്ച UDF ഉണ്ടാക്കുമെന്നും ഞാൻ വിചാരിക്കുന്നില്ല. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് സ്വാഭാവികമായും ഇപ്രാവശ്യം കഴിഞ്ഞ തവണത്തേതുപോലെ തന്നെ ഇക്കുറിയും കോൺഗ്രസ് തന്നെയാണ് സ്വാഭാവിക സഖ്യകക്ഷിയായി പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ലീഗ് കാണുക, മുസ്ലിം അണികൾ കാണുക. അതുകൊണ്ട് മുസ്ലിം സമുദായത്തിൻ്റെയും ഇപ്പോഴത്തെ രൂപപ്പെട്ടു വരുന്ന സാഹചര്യത്തിലെ ക്രിസ്ത്യൻ സമുദായത്തിൻ്റെയും വോട്ട് ബാങ്ക് അനുകൂലമായി നിൽക്കുന്നത് UDFനായിരിക്കുന്നത് കൊണ്ടും അതിശക്തമായ സർക്കാർ വിരുദ്ധ തരംഗം സംസ്ഥാനത്തുടനീളം നിൽക്കുന്നത് കൊണ്ടും ഞാനൊരു 4 മണ്ഡലങ്ങളിലെ പോരാട്ടം ശക്തമാകും എന്ന് കാണുന്നുള്ളൂ. ഒന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാവേലിക്കരയാണ് തെക്കൻ കേരളത്തിൽ. പിന്നെ കോട്ടയത്താണ്. കോട്ടയത്ത് കടുത്ത പോരാട്ടം തന്നെ നടക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ ഞാൻ വിചാരിക്കുന്നൊരു മണ്ഡലം ആലത്തൂരാണ്. ആലത്തൂർ നല്ലൊരു പോരാട്ടം രാധാകൃഷ്ണൻ വരുന്ന വഴി നടക്കും. വടകരയാണ്, ശൈലജയാണ്. അങ്ങനെ 4 മണ്ഡലങ്ങളിലാണ് അതിശക്തമായ പോരാട്ടം നടക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഒരു 11 മണ്ഡലങ്ങളിലെങ്കിലും ഏകപക്ഷീയമായി കോൺഗ്രസിന് മുൻകൈയുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്തുണ്ട്, കൊല്ലത്തുണ്ട്, എറണാകുളത്തുണ്ട്, ചാലക്കുടിയിലുണ്ട്, ഇടുക്കിയിലുണ്ട്, പിന്നെ ഉറപ്പായിട്ടും മലപ്പുറം, പൊന്നാനി പോലുള്ള മണ്ഡലങ്ങളിലുണ്ട്. പത്തനംതിട്ട ഈ പുതിയ സാഹചര്യത്തിൽ വളരെ അനുകൂലമാകാനുള്ള സാധ്യതയുണ്ട്. പാലക്കാടുണ്ട് ഓഫ് കോഴ്സ്. അപ്പോൾ ഈ രീതിയിൽ ഒരു 11ഓളം മണ്ഡലങ്ങളിൽ ഏകപക്ഷീയമായ മുൻകൈ കോൺഗ്രസിന് ഓൾറെഡി ഉണ്ട്. 4 മണ്ഡലങ്ങളിൽ CPMന് സാധ്യതയുണ്ട്. പിന്നെ ഒരു ചാഞ്ചാട്ടം നടത്താൻ സാധ്യതയുള്ള മണ്ഡലങ്ങളായിട്ട് ഞാൻ കരുതുന്നത് ആറ്റിങ്ങലൊരു ഒരു കണ്ണൂർ ആറ്റിങ്ങൽ അങ്ങനെയുള്ള മണ്ഡലങ്ങളിൽ ഒരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ആലപ്പുഴയിൽ ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ 11ഓളം മണ്ഡലങ്ങളിൽ കോൺഗ്രസിന് ഏകപക്ഷീയമായി സാധ്യതയുണ്ട്. 4 മണ്ഡലങ്ങളിൽ CPMന് സാധ്യതയുണ്ട്. പിന്നെ ആടി ഉലയുന്നൊരു 4-5 മണ്ഡലങ്ങളിൽ നിൽക്കുന്നു. അപ്പം പോരാട്ടം മുറുകുക തന്നെയാണ്. അതിൽ പക്ഷേ കോൺഗ്രസിന് ഇപ്പോഴും ഒരു അപ്പർ ഹാൻഡ് ഉണ്ട്. രൂപപ്പെട്ടു വരുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടുതൽ അപ്പർ ഹാൻഡിലേക്ക് കോൺഗ്രസിനെ നയിക്കുമോ, സംസ്ഥാനത്തെ സാഹചര്യത്തെ നയിക്കുമോ എന്നുള്ളതാണ് ഈ വരുന്ന ദിവസങ്ങളിൽ നമ്മൾ കാണേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു. നേരത്തെ Meet the editors.